മനോരമ എന്നൊരു വാർത്ത നൽകിയിട്ടുണ്ട്. BJP-യുടെ നേതാവ് പൃഥ്വിരാജിന്റെ ചിത്രം വെച്ച് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിൽ ഒരു തിരിച്ചടി നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു തീവ്രവാദികളുടെ 10 കുടുംബാംഗങ്ങൾ മരണപ്പെട്ടു. അത് വച്ച് BJP നേതാവ് പോസ്റ്റ് ഇട്ടു. അതിനെതിരെ വലിയ വിമർശനം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഈ പൃഥ്വിരാജിന് അനുകൂലമായി സംസാരിക്കാൻ ഇന്ന് കേരളത്തിൽ ആരാണ് വരുന്നത്? അദ്ദേഹത്തിൻ്റെ അമ്മയല്ലാതെ. അദ്ദേഹം അത്രയ്ക്ക് ചീഞ്ഞ് നാറി നിൽക്കുകയല്ലേ. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ തീവ്രവാദികൾക്ക് അനുകൂലമായ ഒരു നിലപാടെടുത്തൊരു വ്യക്തിയും കൂടിയാണ് ഈ പൃഥ്വിരാജ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ പറഞ്ഞ ചില പേരുകാരാണ് ഇന്ന് മരിച്ചു വീഴുന്നത് അല്ലെ. ഇന്ത്യയുടെ ആക്രമണത്തിൽ മരിച്ചു വീഴുന്നത് ഇദ്ദേഹത്തിൻ്റെ സിനിമയിൽ പറഞ്ഞ പേരുകാരാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ വിഷമം കാണുമായിരിക്കും, മനോരമയ്ക്കും വിഷമം കാണുമായിരിക്കും അല്ലേ. മനോരമയുടെ ഓൺലൈനിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. BJP നേതാവ് യുവനേതാവ് യുവരാജ് ഗോകുൽ ഇട്ട ഒരു പോസ്റ്റാണ് മനോരമ വാർത്തയാക്കിയിരിക്കുന്നത്. ആ പോസ്റ്റിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: പൃഥ്വിരാജിൻ്റെ പടം കൂടെ വെച്ച് ഈ ലഷ്കർ-ഇ തോയ്ബയുടെ കമാൻഡറായ മസൂദ് അസറിൻ്റെ പടവും കൂടി വെച്ചുകൊണ്ട് ഈ മസൂദ് അസറിൻ്റെ കുടുംബത്തെ തീർത്തു ഇന്ത്യൻ സൈന്യം എന്നുള്ള രീതിയിലാണ് ആ പോസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ പോസ്റ്റർ അതിപ്പോൾ വ്യാപകമായി അതിന് വലിയ പ്രചാരം കിട്ടുന്നു. അതിൻ്റെ താഴെ ഒരുപാട് BJP-ക്കാരും അല്ലാത്തവരും ഒക്കെ വന്ന് അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരും പൃഥ്വിരാജിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു ശൈലിയാണ് അല്ലെങ്കിൽ ഒരു രീതിയാണ് അതിൽ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്ത്യക്ക് നേരെ നടന്ന ആക്രമണം 26 മനുഷ്യരെ കൊലപ്പെടുത്തിയ 26 സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഒരു ആക്രമണമാണ് അവിടെ നടത്തിയത്. അതിൽ അക്രമികളിൽ ഒരാളിൻ്റെ ഭാര്യ എന്നെ കൂടെ കൊല്ലൂ എന്നാവശ്യപ്പെട്ടപ്പോൾ നിന്നെ കൊല്ലില്ല, നീ പോയി നിൻ്റെ മോദിയോട് പറ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്, അവരെ ഒഴിവാക്കുകയാണ്. ഈ ഒരു സംഭവം അതിൻ്റെ ചുവട് പിടിച്ച് ഇപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു. അവിടുത്തെ 9 ഭീകര പരിശീലന കേന്ദ്രങ്ങൾ മിസൈലുകൾ ഉപയോഗിച്ച് തകർത്തു. അതിൽ ഈ ലഷ്കർ-ഇ തോയ്ബയുടെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പ്, അത് ഈ മസൂദ് അസറിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ഒരു വലിയ മദ്രസയും പള്ളിയും സ്കൂളും ഒക്കെ ചേർന്ന് ഈ കൃത്യമായിട്ടും ഒരു ഭീകരനെ വാർത്തെടുക്കുന്ന ഒരു നഴ്സറി തൊട്ട് സർവകലാശാല വരെയുള്ള സിലബസുകൾ അടങ്ങിയ ഒരു സംവിധാനമാണ് ആ പരിശീലനം. നാം ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ കഥാപാത്രത്തിന്റെ പേരുണ്ടല്ലോ, ഇന്ത്യ ആക്രമിച്ച 2 കേന്ദ്രങ്ങളുടെ നായകർ, ആ സ്ഥാപകരുടെ പേരാണല്ലോ ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. അങ്ങനെയുള്ള ആ മസൂദ് അസറിൻ്റെ കേന്ദ്രമാണ് തകർത്തത്. ഈ എമ്പുരാൻ സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് സയ്യിദ് മസൂദ് എന്നാണ്. നമുക്കറിയാം, മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രകൻ എന്ന് പറയുന്നത് ഈ ലഷ്കർ-ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ സ്ഥാപകനായ ഹാഫിസ് സയ്യിദാണ്. കൊടും ഭീകരനായ ഇയാളുടെ തലയ്ക്ക് വില പറഞ്ഞിരിക്കുകയാണ്. ഇയാൾ ഇപ്പോൾ പാകിസ്ഥാനിലെ ഏതോ ഒരു സ്ഥലത്ത് വളരെ രഹസ്യമായിട്ട് പാക് സൈന്യത്തിൻ്റെ സംരക്ഷണയിൽ കഴിയുകയാണ്. അതുപോലെ തന്നെ മറ്റൊരാൾ ഈ മസൂദ് അസറാണ്. ഈ മസൂദ് അസറിനെ നമുക്കറിയാം, ഇന്ത്യൻ സൈന്യം പിടികൂടി ജയിലിലടച്ചിരുന്ന മസൂദ് അസറിനെ ഒരു വിമാനം റാഞ്ചി ഖണ്ഡാഹറിലേക്ക് കൊണ്ടുപോയി അതിനുള്ളിലെ ആൾക്കാരെ വെച്ച് വിലപേശിയാണ് ഈ മസൂദ് അസറിനെ വിടുവിച്ചത് അവർ. അന്നു മുതൽ മസൂദ് അസറിൻ്റെ പുറകെ ഇന്ത്യൻ സൈന്യമുണ്ട്. പക്ഷേ അയാൾ പലപ്പോഴും തലനാഴിലേക്ക് രക്ഷപ്പെട്ടു പോകുന്ന പതിവാണുള്ളത്. ഈ ഹാഫിസ് സയ്യിദിൻ്റെ സയ്യിദും മസൂദ് അസറിൻ്റെ മസൂദും കൂടി ചേർന്ന ഒരു പേരാണ്, സയ്യിദ് മസൂദ് എന്ന പേരാണ് ആ സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തിന് നൽകിയത്. ആ കഥാപാത്രം ഗുജറാത്ത് കലാപത്തിനിടയ്ക്ക് സ്വന്തം കുടുംബാംഗങ്ങളെ കലാപകാരികൾ കൊല്ലുന്നത് കണ്ട് അങ്ങനെ ലഷ്കർ-ഇ തോയ്ബയിൽ പോയി ചേർന്ന് പരിശീലനം നേടിയ ആളായിട്ടാണ് ആ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് പിന്നീട് നായക കഥാപാത്രം അയാളെ തിരികെ കൊണ്ടുവരുന്നു എന്നൊക്കെയാണ് ആ സിനിമയുടെ കഥ. അതുപോട്ടെ, എന്തായാലും ആ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ പൃഥ്വിരാജിനെതിരെ അതിരൂക്ഷമായ വിമർശനം. ആ സിനിമയിൽ നേരത്തെ തന്നെ ക്യാമ്പ് വിട്ട് അദ്ദേഹം ഗുജറാത്തിലേക്ക് വരുന്നതുണ്ടല്ലേ. ഇപ്പോഴായിരുന്നു സിനിമ എടുക്കുമ്പോൾ സിനിമ ഒരു കലയാണ്, അത് ജനങ്ങളുടെ മനോരഞ്ജനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ഒക്കെ അനുകൂലിക്കുന്നു. പക്ഷേ ഈ അതിൽ എല്ലാവരും വിമർശിച്ചത് അത്ര ഹിഡൻ അജണ്ടകൾ പൃഥ്വിരാജിനെയാണ് എല്ലാവരും എതിർക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. എന്തിനാണ് ഇത്തരം അജണ്ടകൾ രഹസ്യമായിട്ട് ഏകപക്ഷീയമായിട്ട് പറഞ്ഞുകൊണ്ട് ഒളിച്ചു കടത്തുന്നത് എന്ന ചോദ്യമാണ് അന്ന് ഉയർന്നത്. വലിയ തോതിൽ പൃഥ്വിരാജിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. രൂക്ഷമായ കുറ്റപ്പെടുത്തലുകളായിരുന്നു. നമ്മൾ കണ്ടു, പൃഥ്വിരാജിനെ ന്യായീകരിക്കാൻ വേണ്ടി അമ്മ രംഗത്ത് വന്നതും ചാനലുകളിൽ വന്ന് അലമുറയിട്ടതും ഒക്കെ നമ്മൾ കണ്ടു. എന്തായാലും ആ ഒരു സംഭവത്തിൻ്റെ ചുവട് പിടിച്ച്
BJPയുടെ യുവ നേതാവ് ഗോകുൽ യുവരാജിനെതിരെ മല്ലിക സുകുമാരൻ രംഗത്ത് വരുമോ എന്തോ. കാരണം പണ്ട് അന്ന് വന്നിരുന്നല്ലോ RSSന് പൃഥ്വിരാജിന്റെ ജാതകം അറിയില്ല, അതുപോലെ തന്നെ ഈ BJPയുടെ പുതിയ നേതാവിനും യുവ നേതാവിനും RSSന്റെ ജാതകം അല്ലെ പൃഥ്വിരാജിന്റെ ജാതകം അറിയില്ലെന്ന് പ്രസ്താവനയുമായി ഉടൻ തന്നെ മല്ലികയും വരാനുള്ള സാധ്യതയുണ്ട്. അവർ തീർച്ചയായിട്ടും അത്തരം എതിർ സ്വരങ്ങൾ അവർ ഉയർത്തും എന്ന് തീർച്ചയാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോൾ പൃഥ്വിരാജ് എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ സൈന്യത്തെയൊക്കെ പ്രകീർത്തിച്ചും ഭീകരതയ്ക്കെതിരെയും ഒക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനുള്ളിലൊരു ആത്മാർത്ഥതയില്ല, ജനങ്ങൾക്കത് ബോധ്യപ്പെടുന്നില്ല. പൃഥ്വിരാജ് പറയുന്നതിനകത്ത് ആത്മാർത്ഥതയുണ്ട്, വിശ്വാസ്യതയുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. അവർ അത് കൃത്യമായിട്ടും അതിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട് പൃഥ്വിരാജിൻ്റെ നിലപാടുകൾക്കെതിരെ. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ മസൂദ് അസറിനെയും ഹാഫിസ് സയ്യിദിനെയും കൂടി ചേർത്ത് വെള്ളപൂശാനുള്ളൊരു ശ്രമമല്ലേ പൃഥ്വിരാജ് നടത്തിയത് എന്ന ചോദ്യമാണ് അന്ന് ഈ സിനിമ ഇറങ്ങിയപ്പോൾ വലിയ തോതിൽ ഉയർന്നത്. അതായത് ഹാഫിസ് സയ്യിദിൻ്റെയും മസൂദ് അസറിൻ്റെയും പ്രധാന ശത്രു ആരാണ്? ഇന്ത്യയാണ്, ഹിന്ദുസ്ഥാനാണ്, ഇന്ത്യയിലെ ജനങ്ങളാണ്, പ്രത്യേകിച്ചും ഹിന്ദുക്കളാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് കൂടിയാണല്ലോ കാശ്മീരിൽ മതം നോക്കി കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് ഉടുതുണി അഴിച്ച് അടിവസ്ത്രം വരെ ഊരി പരിശോധിച്ചിട്ട് ആൾക്കാരെ കൊന്നത്. മതം അല്ലാതെ മറ്റൊന്നല്ലല്ലോ അതിൻ്റെ ഘടകമായിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഹാഫിസ് സയ്യിദിൻ്റെയും മസൂദ് അസറിൻ്റെയും പൊതുശത്രു ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഹാഫിസ് സയ്യിദിനെയും മസൂദ് അസറിനെയും വെള്ളപൂശിക്കൊണ്ട് പൃഥ്വിരാജിനെ പോലൊരു അസറിന്റെ സഹോദരനെ ഇപ്പോൾ ഇന്ത്യൻ സൈന്യം വധിച്ചിട്ടുണ്ട്. ഇന്നലെ നടന്ന ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ എമ്പുരാൻ 3-നായി ഒരു കഥയും കൂടെ ഇന്ത്യ സംഭാവന ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പൊതുവെ അതിനെക്കുറിച്ച് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഈ യുവരാജ് ഗോകുലിൻ്റെ പോസ്റ്റിന് മറുപടി പറഞ്ഞ ആൾക്കാർ പലരും ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പൃഥ്വിരാജിന് മൂന്നാമതൊരു കഥ കൂടെ കിട്ടിയിട്ടുണ്ടല്ലോ, ഉടൻ തന്നെ തുടങ്ങാം ചിത്രീകരണം എന്ന് പറഞ്ഞ്. അതായത് ഈ മസൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങൾ 10 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സഹോദരി ഭർത്താവും അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, അവർ കൊല്ലപ്പെട്ടപ്പോൾ ഈ മസൂദ് അസർ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ കുടുംബാംഗങ്ങൾ ഇത്ര പേർ സ്വർഗത്തിലേക്ക് യാത്രയായിട്ടുണ്ട്, ഞാനും താമസിയാതെ നമുക്ക് തമ്മിൽ കാണാം, എനിക്ക് അതിന് സാധിച്ചില്ലല്ലോ എന്ന്, അങ്ങനെ ഒരു ദുഃഖം എനിക്കുണ്ട്, അതുകൊണ്ട് താമസിയാതെ വൈകാതെ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് മസൂദ് അസർ പോസ്റ്റ് ഇട്ടതായിട്ടാണ് വിവരം. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഈ മസൂദ് അസറിൻ്റെയും ഹാഫിസ് സയ്യിദിൻ്റെയും പൊതുശത്രു എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ പൊതുശത്രുവായിരിക്കുന്ന ഒരു സംവിധാനത്തെ നശിപ്പിക്കാൻ നടക്കുന്ന ഇവരെ വെള്ളപൂശിക്കൊണ്ടുള്ള ഒരു സിനിമ, ഒരു തിരക്കഥ. അതോടൊപ്പം തന്നെ ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യമുണ്ട്. യഥാർത്ഥ ഖുറേഷി എങ്ങനെയെന്ന് നാം ഇന്നലെ കണ്ടിട്ടുണ്ട്. അതെ തീർച്ചയായിട്ടും കേണൽ സോഫിയ ഖുറേഷി എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ ഇന്ത്യയുടെ ഖുറേഷി, അതാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അല്ലാതെ രായപ്പന്റെ ഖുറേഷി, മോദിയുടെ ഖുറേഷി, അതാണ് മോദിയുടെ ഖുറേഷി, ഇന്ത്യയുടെ ഖുറേഷി എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടു. എന്തായാലും അച്ഛനും മുത്തച്ഛനും എല്ലാം സൈനിക സേവനത്തിലൂടെ രാജ്യത്തിൻ്റെ പേരും പെരുമയും കാത്ത രാജ്യസ്നേഹികളുടെ കുടുംബത്തിൽ നിന്ന് അവരുടെ ജാതിയും മതവും ഒന്നും നമുക്ക് പ്രശ്നമല്ല, അവരുടെ ദേശീയതയാണ്, ആ ദേശബോധമാണ്, രാഷ്ട്രസ്നേഹമാണ് അവരെ നമ്മുടെ ബഹുമാനത്തിന് പാത്രമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ മസൂദ് അസറിനെയും ഹാഫിസ് സയ്യിദിനെയും ഒക്കെ വെള്ളപൂശാനുള്ള പൃഥ്വിരാജിൻ്റെ ശ്രമത്തെയാണ് അന്നും ഇന്നും ജനങ്ങൾ എതിർക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഈ പൃഥ്വിരാജിന് എതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നവർ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ചെയ്തു കൂട്ടുന്ന പൃഥ്വിരാജ് താമസിക്കുന്നത് മുംബൈയിൽ ഏറ്റവും വില കൂടിയ ഒരു വലിയ സമ്പന്നർ മാത്രം താമസിക്കുന്ന ഒരു പ്രദേശത്ത്, വലിയ സമ്പന്നരുടെ മക്കൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ മകളെ ചേർത്ത് പഠിപ്പിക്കുന്നു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം, അദ്ദേഹത്തിന് അതിനുള്ള ഇതൊക്കെയുണ്ട്. പക്ഷേ ഈ വിമർശനത്തിൽ അതെല്ലാം വരുന്നുണ്ട്, വിമർശകർ ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വലിയ ശക്തമായ ചൂണ്ടിക്കാട്ടുമ്പോഴും അദ്ദേഹത്തിൻ്റെ അമ്മ കാണുന്നുണ്ട്. ഈ ശക്തമായ വിമർശനമാണ് ഇപ്പോഴും ഉയർന്നിരിക്കുന്നത്. എന്തായാലും എമ്പുരാനിൽ തുടങ്ങിയ ആ വിരോധം അല്ലെങ്കിൽ ആ വിമർശനം അവസാനിപ്പിക്കാൻ നാട്ടുകാർ തയ്യാറല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ഇപ്പോൾ ഇങ്ങനൊരു പോസ്റ്റ് യുവരാജ് ഗോകുൽ ഇട്ടപ്പോൾ അതിന് നേരെയും ആ പോസ്റ്റിൻ്റെ ചുവട് പിടിച്ച് പൃഥ്വിരാജിന് നേരെയും ശക്തമായ വിമർശനമാണ് ഉയരുന്നത്.